Hello friends, it's me Gopikrishna. Welcome back to my YouTube channel once again. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ പറയാൻ പോകുന്നത് നമ്മളെല്ലാവരും വാട്സപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാരാണല്ലേ. നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പ് അതുപോലെ ഗ്രൂപ്പുകളും ഒത്തിരി നമ്മുടെ വാട്സപ്പ് കോൺടാക്ട്സിലുണ്ട്, അതായത് വാട്സപ്പിലുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രണ്ട്സിൻ്റെ ചിലപ്പം ഒരു ഗ്രൂപ്പ് കാണും, സ്കൂളിൻ്റെ ഗ്രൂപ്പ് കാണും, ട്യൂഷൻ ഗ്രൂപ്പ് കാണും, അതുപോലെ ഓഫീസിലെ ആൾക്കാരുടെ ഗ്രൂപ്പ് കാണും, പഴയ സ്കൂളിലെ ഗ്രൂപ്പ് കാണും. അങ്ങനെ ഒത്തിരി ഗ്രൂപ്പ്സ് നമ്മുടെ ഫോണിലുണ്ട്. അങ്ങനെ ഗ്രൂപ്പ്സിനകത്തൊക്കെ ഇഷ്ടംപോലെ നമുക്ക് വേണ്ടതും വേണ്ടാത്തതുമായ ഫോട്ടോസ് വീഡിയോസൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതൊക്കെ നമ്മുടെ ഫോണിൻ്റെ ഗാലറി, അതായത് സ്റ്റോറേജിനെ ബാധിക്കുന്നില്ലേ? അതായത് നമ്മുടെ ഫോണിലെ ഇൻ്റർനെറ്റ് എപ്പോഴും ഓൺ ആയിരിക്കും അല്ലേ? അപ്പോൾ ഓൺ ആയിരിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഫോട്ടോസും വീഡിയോസും എല്ലാം നമ്മുടെ ഫോണിൽ സ്റ്റോർ ആവും. അങ്ങനെ സ്റ്റോർ ആകുമ്പോൾ നമ്മൾ പിന്നെ ഒന്നേ ഡിലീറ്റ് ചെയ്ത് തുടങ്ങണം വേണ്ടാത്തതൊക്കെ. അതൊക്കെ നമുക്ക് ഒഴിച്ചു മാറ്റിയല്ലോ, അതായത് ഓട്ടോമാറ്റിക് ഡൗൺലോഡ് ആയിരുന്നല്ലോ. നല്ലൊരു ഐഡിയ അല്ലേ? അങ്ങനത്തെ ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ അത് ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം, എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ വാട്സപ്പ് ഏത് ഗ്രൂപ്പിലാണ് നമുക്ക് വേണ്ടാത്തതെന്ന് നോക്കുക. അപ്പോൾ നമ്മൾ ആ ഗ്രൂപ്പിനകത്ത് ഗ്രൂപ്പ് ഇൻഫോ എന്ന് പറഞ്ഞൊരു ഐക്കൺ ഉണ്ട്. ആ ഗ്രൂപ്പ് ഇൻഫോ എടുക്കുക. ഗ്രൂപ്പ് ഇൻഫോ എടുത്ത് കഴിയുമ്പോൾ ഗ്രൂപ്പിൻ്റെ ഒരു ഇൻഫോ ഒരു നമ്മൾ നോർമൽ പേജ് ഒരു DP ഒക്കെ ഉള്ള താഴോട്ട് പോകുമ്പോൾ മീഡിയ വിസിബിലിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് കാണാം ഷോ ന്യൂലി ഡൗൺലോഡഡ് മീഡിയ ഫ്രം ദിസ് ചാറ്റ്, ഗാലറിയിൽ സേവ് ചെയ്യണോ വേണ്ടേ? നമ്മൾ ഡിഫോൾട്ടായിട്ട് കൊടുക്കണം, നോ കൊടുക്കണം. അതായത് ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ആവാതിരിക്കാനുള്ള ഓപ്ഷനാണ് നോ. അപ്പോൾ എല്ലാവരും ഈ നോ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിൽ വരുന്ന ഫോട്ടോസും വീഡിയോസും ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ആവാതെ നമ്മളോട് പെർമിഷൻ ചോദിച്ചതിന് ശേഷം ഡൗൺലോഡ് ആവും. അപ്പോൾ ഗൈസ്, ഇങ്ങനെയാണ് നമ്മുടെ വാട്സപ്പിലുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള മെസ്സേജസും അതുപോലെ ഫോട്ടോസും വീഡിയോസൊക്കെ, മെസ്സേജ് അല്ല ഫോട്ടോസും വീഡിയോസൊക്കെ ഓട്ടോമാറ്റിക്കായി ഡൗൺലോഡ് ആവും നമ്മൾ നിർത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. കാരണം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ടോപ്പിക്കാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാം. പിന്നെ നമുക്ക് താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള ടെക്നോളജീസ് വീഡിയോസ് ഇനി നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ചാനൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ വീഡിയോസും ഒക്കെ ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. മറ്റൊരു ഉപകാരപ്രദമായ നല്ലൊരു ടെക്നോളജി അല്ലെങ്കിൽ വ്ലോഗിംഗ് ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടുന്നവരെ ഇറ്റ്സ് മീ ഗോപികൃഷ്ണ signing out.